നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. അപ്പോൾ ഒരു ജയൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ അടിപൊളി മനോഹരമായ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. കൊല്ലം ജില്ലയിലെ തന്നെ ആശ്രാമം ഗസ്റ്റ് ഹൗസ്. ഈ ആശ്രാമം ഗസ്റ്റ് ഹൗസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞാണ് ജയൻ സിനിമയുടെ പ്രധാന ലൊക്കേഷൻ ആയിരുന്നു. മീൻ എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷൻ എന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ ആ സിനിമയുടെ ഓരോ സീനും ഓർമ്മ വരും. പക്ഷേ അതിനപ്പുറം ഒരു കാഴ്ചയുണ്ട്. കൊല്ലക്കാരുടെ ബേബി അല്ലെങ്കിൽ വീട്ടുകാരുടെ കൃഷ്ണൻ നായർ പിന്നീട് ജയനായി മാറിയ ജയന്റെ ഓർമ്മകൾ പുതുക്കുവാൻ പലരും വന്നിട്ടുണ്ട്. അതായത് ജയന്റെ കുടുംബവുമായി ഏറ്റവും ബന്ധമുള്ള ഒരാളെയാണ് പരിചയപ്പെടുന്നത്. നമ്മുടെ പ്രവചനമൊക്കെ നടന്ന സുദർശനൻ ചേട്ടനെയാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ജയന്റെ എല്ലാ കഥകളും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്ന് ഏതൊക്കെയായിട്ട് നമുക്ക് അദ്ദേഹത്തെ ഈ ജയന്റെ കഥകൾ പറയുവാനായിട്ട് നമ്മളിങ്ങനെ ക്ഷണിക്കുവാണ്. അപ്പോൾ നമുക്ക് ആ കഥയൊക്കെ ഒന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആളെ നമുക്ക് പരിചയപ്പെടാം. അതാണ് സുദർശനൻ ചേട്ടൻ. നമ്മുടെ പ്രവചനത്തിൽ വന്ന ആളാണ്, എങ്കിലും ജയനുമായിട്ടുള്ള ബന്ധം ഭയങ്കരമാണ് കേട്ടോ. ജയന്റെ കാര്യങ്ങളാണ് നമുക്ക് അറിയാനുള്ളത്. പ്രവചനം മാറ്റി നിർത്തി, അത് വേറെ ലെവല്, ഇത് വേറെ ലെവൽ. ജയന്റെ കുടുംബമായിട്ട് ഏറ്റവും കൂടുതൽ വ്യക്തിബന്ധമുള്ള ഒരാളാണ് നമ്മുടെ സുദർശനൻ ചേട്ടൻ. കൊല്ലക്കാരനാണ്, ആശ്രാമത്തുകാരനാണ്. അപ്പോൾ ചേട്ടാ, എങ്ങനെയാണ് കൃഷ്ണൻ നായരുമായിട്ടുള്ള ഒരു പരിചയം? കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞാൽ ജയൻ എങ്ങനെയാണ്? അതൊക്കെ പറയുമ്പോഴെന്ന് പറഞ്ഞാല് ഒരുപാട് കാര്യങ്ങൾ, ആർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ. കാരണം വെച്ചാൽ പലരും എൻ്റെ വീടുമായിട്ട് അറിയാം, അത് അറിയാം, ഇതറിയാം എന്നൊക്കെ പറയുമ്പോഴൊക്കെ ഞാൻ അന്നേരമൊക്കെ എൻ്റെ മനസ്സിനകത്ത് വേദനിച്ചിട്ടുണ്ട്. കാരണം ജയൻ എന്നുള്ള വ്യക്തി സിനിമയിൽ വരുന്നതിന് മുമ്പേ ഞാൻ ആ വീടുമായിട്ട് ചെറിയ പരിചയമുണ്ട്. കാരണം മലയാളി സഭ എന്നുള്ള സ്കൂളുണ്ട്, മലയാളി സമാജം സ്കൂള്. അവിടെ എൻ്റെ വല്യമ്മച്ചി അവിടെ ഉപ്പുമാവെല്ലാം വെക്കുന്ന ജോലിയാണ്. അപ്പം ഞാൻ ചെറിയ പ്രായം മുതലേ വർക്ക്ഷോപ്പിൽ പോകുന്ന ആളാണ്. ബെൻസീറിൻ്റെ അടുത്തൊരു ജോളി ഇങ്ങനെ വർക്ക്സ് എന്ന് പറയുന്ന വർക്ക്ഷോപ്പിൽ നിന്ന് അവിടെ നിന്ന് ഞാൻ ഭാരങ്ങളിൽ വന്ന് കോട്ടം നിൽക്കും. അപ്പം അവിടെ നിൽക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ആഹാരം ഇല്ല. അപ്പം നിൽക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് വിശപ്പും വല്ലാത്ത വിശപ്പാണ്. അപ്പം അങ്ങനെ വല്യമ്മച്ചിയുടെ അവിടെ സ്കൂളിൽ ചെല്ലും വല്യമ്മച്ചി ഉപ്പുമാവ് തരും. അതും കഴിച്ചിട്ട് വെള്ളവും കുടിച്ച് നേരെ വീണ്ടും വർക്ക്ഷോപ്പിലോട്ട് വരും. അതായിരുന്നു എൻ്റെ ജീവിതം. ആ സമയത്ത് അവിടെയുള്ള, എനിക്കിപ്പോഴും പറയാനൊന്നും അറിയില്ല, ഈ ജയൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വീടിന്റെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു സുഹൃത്തുണ്ട്. ഇവരുടെ വീട്ടില് ഈ അടുക്കള ഭാഗത്ത് ഇലിമ്പിക്ക ഉണ്ട്. ഇവിടെ നമ്മുടെ ഓലയിലെ വീട്ടിൽ ഇലിമ്പിക്ക നിപ്പുണ്ടായിരുന്നു. അപ്പം ഗൗളിയാശ്ര തെങ്ങും ഉണ്ടായിരുന്നു. അപ്പൊ അന്നേരം ഞാൻ സത്യത്തിൽ പറഞ്ഞ ഒരു ദിവസം ഈ ഇലിമ്പിക്ക എടുക്കാം എന്നും പറഞ്ഞ് ഞാനൊന്ന് പോയതാ. ജയൻ എന്നുള്ള പിന്നല്ലേ പേര്, ബേബി എന്നാണ് വിളിക്കുന്നത്. പക്ഷെ എനിക്ക് ഇതൊന്നും അറിയത്തില്ല. ഇലിമ്പിക്ക വീണത് എടുക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് ചെന്ന്, അപ്പം അമ്മയുണ്ട്. ഇലിമ്പിക്ക എടുത്തോണ്ടിപ്പം ആരുടെ പയ്യൻ എന്നൊരു ചോദ്യം കേട്ടോ. ആരുടെ പയ്യൻ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ കാണാം ഭയങ്കര ഒരാള്. ഞാൻ അന്ന് സിനിമയിലുണ്ടോ ജയൻ? ഇല്ല, നേവിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്കറിയില്ല. നേവിയിൽ ഇതൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ അന്ന് എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 6ാം ക്ലാസ് ജയിച്ചപ്പോഴാണ് ഞാൻ വർക്ക്ഷോപ്പിൽ കയറിയത്. എനിക്ക് എന്താ പറയാ, അത് കഴിഞ്ഞിട്ടാണ് ഉള്ള വർക്ക്ഷോപ്പിൽ പോകുന്നത്. അവിടെ നിന്നാണ് ഞാൻ ഭാരങ്ങളിൽ വരുന്നത്. ആരുടെ പയ്യൻ എന്ന് ഞാനിങ്ങനെ പറയുന്നത്, ഞാൻ പിച്ചില്ല, നിലത്ത് കടന്നതെടുത്ത്. അപ്പം അമ്മയ്ക്കറിയാം. ഞാൻ നോക്കിയപ്പോ പേടിച്ചു പോയി. ഞാൻ ഓടാൻ വേണ്ട, ഓടണ്ട എന്ന് പറയും. അപ്പം ഇത്രയും ഞാൻ പറയുന്നത് ഇദ്ദേഹം അകത്ത് പോയിട്ട് പാരീസ് മിഠായും ബിസ്ക്കറ്റ്, അതായത് നല്ല അടിപൊളി ബിസ്ക്കറ്റ് സ്ക്വയറായിട്ട് എനിക്ക് ഈ മിഠായി ഇതും കൂടെ കൊണ്ടു തന്നു, ഇരിക്കട്ടെ എന്നും പറഞ്ഞു. അപ്പൊ ഞാനൊന്ന് ചിരിച്ച്, എന്താ പേര്? ഞാൻ പറയാം സുദർശൻ. എവിടെ ചാണാക്കിലാണ് എന്ന് പറയാം. ചേക്കോട്ടാണ്. ഓ അത് ശരി. അപ്പോഴും ഞാനങ്ങ് പോയിരുന്നു. അത് കഴിഞ്ഞപ്പം വീണ്ടും ഞാനൊരു ആഴ്ച കഴിഞ്ഞപ്പം വീണ്ടും അവിടെ ചെന്ന് എല്ലാത്തിനും വാതിൽ ഒത്തിരി നേരം നിന്നപ്പം ആരെയും കാണുന്നില്ല. എനിക്കില്ല, അത് പറക്കണം, നല്ല വിളിമ്പിക്കുകയായിരുന്നു, പറക്കണം. അപ്പം ഞാൻ പതുക്കെ ഗേറ്റ് തുറന്ന് കയറിയാലെന്ന് വെച്ചുള്ളൊരു ഇതിൽ നിന്നപ്പം അമ്മ സൂക്ഷം പോലെ വെള്ളം കൊണ്ട് കളയാനായിട്ട് വന്നു. അപ്പം വെള്ളം കൊണ്ട് കളയാനായിട്ട് വന്നപ്പോൾ ഇങ്ങനെ നോക്കപ്പോ ആരാ നിൽക്കുന്നത്? ഞാനാ അമ്മേ എന്ന് പറയും. വാ കയറി വാ, പറക്കിക്കോ എന്ന് പറയും. അപ്പം ചെന്നപ്പം ഞാൻ പറഞ്ഞേ, ഇവിടുത്തെ അണ്ണനില്ലയോ അണ്ണൻ? അപ്പൊ അമ്മ പറയും, മോൻ പോയി. ഞാൻ എവിടെ പോയി? ജോലിക്ക്. എന്തോ ജോലി എന്ന് പറഞ്ഞ അവൻ മുട്ടൻ നേവി ഓഫീസറാ എന്ന് പറഞ്ഞ്. അപ്പൊ എനിക്ക് നേവി എന്ന് പറഞ്ഞപ്പോ ഒരു സന്തോഷമുള്ളൊരു കാര്യം. എനിക്ക് വലിയ ഇഷ്ടമാണ് നേവി എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ നേവിയില് എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഒത്തിരി നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ ആ വീടുമായിട്ട് അങ്ങനെ അമ്മയടുത്ത് പോവും, അമ്മയെ കാണും, വലിയ സ്നേഹമൊക്കെയാണ്. അപ്പൊ അതിന്റെ പിറ്റേന്ന് വീണ്ടും ഞാൻ ചെന്നപ്പോഴ് സൂക്ഷം പോലെ ഈ ഇദ്ദേഹം അവിടെ ഉണ്ട്. ഈ ബേബി എന്ന് പറഞ്ഞ കൃഷ്ണൻ നായർ, പുള്ളി അവിടെ ഉണ്ട്. അപ്പൊ പുള്ളി അന്ന് ചെന്നപ്പം ഈ നമ്മുടെ ലഡു
പിന്നെ വെളുത്തിരിക്കുന്ന പേട അങ്ങനെ അതും ഒക്കെ തന്നു. അപ്പം എന്റെ അടുത്ത് ചോദിച്ച് എന്തൊക്കെയാണ് എന്നാണ് എന്റെ അടുത്ത് ശരിക്കും പറഞ്ഞ എങ്ങനെയാണ് കൃഷി കാണാൻ എങ്ങനെയായിരുന്നു? ഫിഗറൊക്കെ എങ്ങനെയായിരുന്നു? ഫിഗർ തടിച്ച ചുണ്ടൊക്കെ ആയിരുന്നു, കണ്ണൊക്കെ മുട്ടനായിരുന്നു. കഷണ്ടി, അതായത് നമ്മൾ ഈ പിന്നെ സിനിമയെ കാണുന്ന ആളും അതുമായിട്ട് വ്യത്യാസമുണ്ട്, ഭയങ്കര വ്യത്യാസം. അന്നൊന്നും സിനിമ ഇല്ലല്ലോ, പുള്ളിയുടെ ഈ നേവിന്ന് ലീവിന് വരുന്നില്ല. അങ്ങനെ വന്ന് അപ്പോഴമ്മയോട് ഞാൻ ഇങ്ങനെ പറയും, അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പറയും, ഇങ്ങനെ വർഷാപ്പിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മ പറയും എന്താ മോൻ പഠിക്കാൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അമ്മ പറ്റിയില്ല, അമ്മ പഠിക്കാനൊന്നും പറ്റില്ല. അപ്പൊ എനിക്ക് ഈ ദോശ അതൊക്കെ തരുമായിരുന്നു. പക്ഷെ അന്ന് ഈ പറഞ്ഞ ചായ അങ്ങനെ വലുതായിട്ട് കുടിക്കാറില്ല. കാരണം വെച്ചാൽ അതിനൊരു കാരണം ഉണ്ടായിരുന്നു, തേയില വെള്ളമാണ് ഞങ്ങളുടെ വീട്ടിൽ ഉള്ളത്. അപ്പം അങ്ങനെ അമ്മ പറഞ്ഞ ഒരു ദിവസം അമ്മ ചായ തന്നാണ്. അവർ അമ്മ എനിക്ക് ചായ വേണ്ട, തേയില വെള്ളം മതി എന്ന് പറയും. അപ്പൊ അമ്മ അങ്ങനെ അത് തേയില വെള്ളം തന്ന്. അപ്പം അതും കഴിഞ്ഞ് അന്ന് ഞാൻ പോയതാണ്, എന്റെ കാലിന് അല്ല കൈക്ക് ഒരു ഇത് പറ്റി, പൊട്ടല് പറ്റി. അതിന് ആ പ്ലാസ്റ്റർ ഇട്ട് ഞാൻ എന്റെ 2 മാസം അങ്ങോട്ട് കിടന്നു. അങ്ങനെ ഒത്തിരി നാൾ കഴിഞ്ഞ് ഞാൻ ഏതാണ്ട് കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അങ്ങനെ സത്യത്തിൽ പറഞ്ഞ അവിടെ പോകുന്ന എലിമ്പിക്ക പറക്കുക, പിന്നെ അവിടെ ഇദ്ദേഹം വന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടും, കഴിയാൻ കിട്ടും. അത് സത്യമാണ് കേട്ടോ, അത് നമ്മള് പറഞ്ഞല്ല. അങ്ങനെ ഒരു ദിവസം ചെന്നപ്പം ഇദ്ദേഹം ഉണ്ട്. അപ്പൊ അന്നും ഈ പറഞ്ഞ പോലെ വിളിച്ചപ്പം ഞാൻ പറഞ്ഞ നേവിയിലാണെന്നോ. അപ്പൊ അന്ന് ചെന്നപ്പോ ഇദ്ദേഹത്തിന്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ് എനിക്ക് നേവിക്കാരനാവാൻ ആഗ്രഹമുണ്ട്. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാൽ അന്നേരം എത്ര വരെ പഠിച്ചു? ഞാൻ പറഞ്ഞു ഞാൻ 6ാം ക്ലാസ് ജയിച്ചതുള്ളൂ. എനിക്ക് അപ്പൊ പറഞ്ഞു നീ 10ാം ക്ലാസ് ജയിച്ചിട്ട് വാ, നിന്നെ ഞാൻ ജോലിയിൽ കയറ്റാം. ഇതിനൊരു പരിശ്രമം നടത്തിയപ്പോഴത്തേക്ക് എന്റെ വീട്ടിലുള്ള സാഹചര്യം ഇല്ല, പിന്നെ അത് വേണ്ടാന്ന് വെച്ച്. അപ്പൊ മനസ്സിലായി. അപ്പൊ ഒത്തിരിയും കഴിഞ്ഞ് പിന്നെ ഇദ്ദേഹത്തിന് എന്ന് ചെന്നാലും കാണത്തില്ല. ഒരു ദിവസം ചെന്ന് അമ്മയുടെ അമ്മ പറ മോൻ ജോലിയിൽ നിന്ന് പിന്നെ ഇപ്പം വരും, വന്നിട്ട് അവൻ വേറെ ബിസിനസ്സും പരിപാടിയായിട്ടൊക്കെ നിൽക്കുകയാണ്, മിക്കവാറും ബോംബെയിലൊക്കെയാണ് എന്നൊക്കെ. അങ്ങനെ ഞാൻ അവിടെ വന്നപ്പം സൂക്ഷം പോലെ ഭാഗ്യം പോലെ ഇദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹം ഉണ്ടായെന്ന് മാത്രമല്ല, അന്ന് എനിക്ക് ഒരുപാട് ഈ അണ്ടിപ്പരിപ്പ് ലഡുവിന്റെ പൊടി പോലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഒരുപാട് നമുക്ക് തന്ന്, ഒരുപാട് കാര്യങ്ങളൊക്കെ അന്ന് തന്നു. അപ്പൊ എൻ്റെ അടുത്ത് അന്ന് ഈ അമ്മ ഇദ്ദേഹം പറയുന്നതിന് മുമ്പ് അമ്മ പറഞ്ഞു, മോനെ പിന്നെ നിന്റെ അണ്ണൻ സിനിമ നടന്ന ഇപ്പൊ കേട്ടോ ഈ അമ്മ പറയാണ്. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. സിനിമ എനിക്ക് മനസ്സിലായി, സിനിമ എന്തോന്നാ അത്. അപ്പോഴേ പറഞ്ഞ എന്റെ അണ്ണൻ സിനിമ നടനായി, സിനിമ അഭിനയിച്ചിട്ട് വന്നേ. അപ്പൊ അന്ന് അദ്ദേഹം ഏതോ ഒരു സിനിമയിൽ അഭിനയിച്ചു. അന്നേരം അണ്ണൻ ഇത് കേട്ടോണ്ട് അവിടെ ഇരുന്ന് ചിരിക്കുക. അപ്പൊ പറഞ്ഞ വാക്കെന്ന് പറയാം, ഡേയ് എന്റെ സിനിമ വരാൻ പോയി കാണണം കേട്ടാ. ഞാൻ പറഞ്ഞ കാണാം, തീർച്ചയായിട്ടും കാണാം. അന്ന് തുടങ്ങിയ സിനിമ കാണില്ല അദ്ദേഹത്തിന്റെ. പക്ഷെ എൻ്റെ മനസ്സിൽ വേറൊരു ചിത്രമാണ് പതിഞ്ഞ് വന്നുകൊണ്ടിരുന്നത്. കാരണം ഇദ്ദേഹം ഒരു സിനിമ നടനായപ്പോഴത്തേക്ക് എനിക്ക് അതിയായ ആഗ്രഹമായി സിനിമ നടനാവാം. അങ്ങനെ ഈ അമ്മയെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അമ്മ പറഞ്ഞു മോനെ ഞാൻ അപ്പം വരട്ടെ, ഞാൻ പറയാം. അങ്ങനെ ഇരുന്നപ്പം പുള്ളിക്കാരൻ ആരുടെ കോഴി പിടിച്ച് തൂങ്ങുന്ന അറിയപ്പെടാത്ത രഹസ്യം. അതിനകത്ത് അന്ന് ഈ അമ്മ ബോധം കെട്ട് വീണതാണ്. എന്നിട്ട് ഈ ഇദ്ദേഹത്തിനെ കൊണ്ട് സത്യം വരെ അഭിനയിക്കാൻ പോയില്ലെന്ന്. അപ്പൊ അമ്മ പറയാം, അമ്മ ഇത് ഈ പുള്ളി പറഞ്ഞത് ഡൂപ്പാന്നാ പറയുന്നത്. അപ്പൊ അതിനിടയ്ക്ക് വെച്ച് പറയാം. അപ്പൊ ഇടയ്ക്ക് വെച്ച് ഇദ്ദേഹത്തിന്റെ പിന്നെ മറ്റേ അനിയന്റെ കല്യാണം ഒക്കെ കഴിഞ്ഞ് അതിനൊക്കെ ഒത്തിരി നാളിന് ശേഷമാണ് ഇദ്ദേഹത്തിന്റെ ഈ എനിക്ക് വന്ന ഈ മൂത്ത കൊച്ച് ഇച്ചിരി ആയ ഒരു പൊടിയേ ഉള്ളൂ. അപ്പം ഞാൻ അവിടെ ഒരു ദിവസം ചെന്നപ്പോൾ ഈ ശ്രീദേവി എന്ന് പറഞ്ഞ ചേച്ചി എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി. കല്യാണത്തിനൊന്നും ഞാൻ പോയിട്ടില്ല. ആ സമയം കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ കൊച്ചൊക്കെ ആയിക്കഴിഞ്ഞ് ഈ ശ്രീദേവി എന്ന് പറഞ്ഞ ഒരു മൂത്ത കൊച്ചിന്റെ. അപ്പൊ എനിക്കില്ല ചായ കുടിക്കത്തില്ല. അപ്പം ഞാൻ പിന്നെ ആ ഇടയ്ക്ക് പിന്നെ ഞാൻ അങ്ങ് തേയില വെള്ളവും ഉപേക്ഷിക്കാൻ തുടങ്ങി. അപ്പൊ പറഞ്ഞ അവന് ഒരു ഗ്ലാസ് പാൽ അങ്ങ് എടുത്തിടും, കൊച്ചിന് വെച്ചിരിക്കുന്ന പാൽ. അത് അങ്ങനെ എനിക്ക് അപ്പോൾ ഒരു ഗ്ലാസ് പാല് തന്നു, ഞാൻ മേടിച്ച് കുടിക്കുകയും ചെയ്തു. അങ്ങനെ ഇദ്ദേഹം പിന്നെ ഇങ്ങോട്ടുള്ള ഈ വിരക്കം കുറവായി. പിന്നെ എനിക്ക് ഇദ്ദേഹത്തിനെ കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ അവിടെ ചെന്നു സൂക്ഷം പോലെ ഇദ്ദേഹം പോവാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നു. എങ്ങനെയാണ് കോസ്റ്റ്യൂംസ് ഒക്കെ? അതായത് ആ ടേബിളിന്റെ മുകളിൽ ഒരു തലയുടെ ഇത് കേട്ടോ വിഗ് വെക്കുന്ന ഒരു സാധനം. ഞാൻ നോക്കിപ്പോ ഒരു ഇതിരിക്കുന്നു, അതിനകത്ത് കുറെ ഇത് ആളുടെ മുടിയൊക്കെ ഇതിൽ നിന്ന് എടുത്തിട്ട് പുള്ളി അങ്ങനെ ജയൻ വിഗ് വെക്കുന്ന ആദ്യമായിട്ട് എടുത്ത് വെച്ച്. അപ്പൊ ആള് മാറിപ്പോയി, വേറെ രീതി മുടിയൊക്കെ മാറും, ആളുടെ രീതിയെ മാറി. അപ്പൊ എനിക്ക് അങ്ങ് ഭയങ്കര ഇതായി കേട്ടോ. കൊള്ളോടെ പയ്യൻ, ഞാൻ പറയാം കൊള്ളാമ്മ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അണ്ണാന്നാ വിളിക്കാം. അപ്പം എന്റെ സിനിമ കാണുന്നുണ്ടോ? ഞാൻ പറഞ്ഞ കാണാറുണ്ട്, കാണും. അപ്പം അമ്മ ഇവനെ ഒരാഗ്രഹം, എന്തോ ആഗ്രഹം നിനക്ക്?
എനിക്ക് സിനിമയിൽ അഭിനയിക്കണം. അപ്പൊ അമ്മയുടെ അടുത്ത് പിന്നെ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അണ്ണന്റെ കൂടെ വിടണം. ശരിക്കും പറഞ്ഞാൽ ഈ പിന്നെ അമിതാഭ് ബച്ചനും അംജദ് ഖാനും ഈ ഇദ്ദേഹമാണെന്ന് തോന്നുന്നു, ഇവര് തമ്മിൽ അങ്ങനെ ഒരു ഹിന്ദിയിൽ സിനിമ അഭിനയിക്കാനായിട്ട് റെഡിയാണ്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുമ്പം എന്നെ PA ആയിട്ട് കൊണ്ടുപോവാം. എന്റെ ഭഗവാനെ, എനിക്ക് ഇതുവരെ ഞാൻ അതിനു വേണ്ടി ബ്രീഫ് കേസ് മേടിച്ച് ഞാൻ ആദ്യം അങ്ങനെയൊക്കെ ഉണ്ടായോ? ബ്രീഫ് കേസ് മേടിച്ച് ശരി, ജയൻചേട്ടന്റെ കൂടെ പോകാനായിട്ട് PA ആയിട്ട് പോകാനായിട്ട് ബ്രീഫ്. അതായത് എന്റെ വീട്ടില് എന്റെ അമ്മ എന്നെ മാമാന്ന് വിളിക്കുന്നത്, സുകുമാരൻ മാമെന്ന, പുള്ളി തെങ്ങി എത്തുന്നതാണ്. പുള്ളിക്ക് എല്ലാ കഥകളും അറിയാം. അപ്പൊ പുള്ളിയും കൂടെ എന്നെ സഹായിച്ച. അങ്ങനെ ഞാൻ ബ്രീഫ് കേസ് ഒക്കെ മേടിച്ച് അദ്ദേഹം ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുമ്പം ബോംബെക്ക് പോകും. ബോംബെക്ക് പോകുമ്പോൾ നിന്നെ കൊണ്ടുപോകും മോനെ എന്ന് അമ്മ പറഞ്ഞു. അദ്ദേഹം സമ്മതിച്ചു. ശരി, നീ വാടക പറയാം, ഓക്കെ ഏതാ. പക്ഷെ എന്റെ ജീവിത ഭാഗ്യമില്ലായിരുന്നു, ജയന്റെ PA ആണുള്ള ഭാഗ്യമില്ല. അങ്ങനെ ദീപം സിനിമ, ഏത് സിനിമ വന്നാലും അന്ന് പറഞ്ഞതിന്റെ പേരിൽ അന്ന് ഞാനും എന്റെ സുഹൃത്ത് തുളസി, പിന്നെ കുറച്ച് പേരുണ്ട്, എന്റെ തുളസി, പുതുപ്പള്ളിയിലെ തുളസി എന്ന് പറയും. അപ്പം ഞങ്ങള് കുറെ പേര് ദീപം സിനിമ കണ്ടോണ്ടിരിക്കുക. സന്തോഷ്, എല്ലാ സിനിമയും കാണും. സന്തോഷ്. അപ്പൊ ഞങ്ങളെല്ലാം കൂടെ ദീപം സിനിമ കുമാർ തിയേറ്ററിൽ അല്ല, ആരാധന തിയേറ്ററിൽ ഫസ്റ്റ് ഷോയുടെ ഇതിൽ ഞങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോ 6 മണിക്കുള്ള ഷോ ഉണ്ടല്ലോ, അങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പം ഞാൻ യഥാർത്ഥ വലിയ സത്യമാണ്. പിന്നെ നോക്കിപ്പോ കാണാം, പിന്നെ ഭയങ്കരമായിട്ട് മഴയും ഇടിയും ഉണ്ട് അന്നേരം പുറത്ത്. അപ്പൊ എഴുതി ഇതിലെ കുതിരപ്പുറത്ത് പുള്ളി ഇങ്ങനെ ഇറങ്ങി വരുമല്ലോ, ഒരു മലയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് എഴുതി കാണിക്കുന്ന സിനിമാ നടൻ ജയൻ അന്തരിച്ചു. അത് ഞെട്ടിപ്പോയി. ആൾക്കാരും വിശ്വസിക്കുന്നില്ല, ചുമ്മാ എന്തോ ഇതിനകത്ത് കാണിക്കുന്നതാണെന്ന് സ്ലൈഡ് കാണിക്കുന്നു. പിന്നെയും ഇങ്ങനെ എടുത്ത് കാണിച്ചപ്പോഴത്തേക്കും ആദ്യം ആ തിയേറ്ററിൽ നിന്ന് എണ്ണിട്ട് ഓടി. ഞാൻ സുഹൃത്തുക്കളെ ആരാധന തിയേറ്ററിൽ ഞാൻ ഇറങ്ങി പുറത്ത് വന്നപ്പോ ഇടിയും മഴയും. ഞാൻ അന്നേരം സൈക്കിൾ കൊണ്ടുപോയി. എന്റെ ഈ സൈക്കിൾ കൊണ്ടുവന്നു. ആ സൈക്കിളും കൊണ്ട് ഞാൻ ചവിട്ടി ഞാൻ ഈ കൊച്ചു കൊടുക്കുന്ന അമ്പലത്തിന്റെ അവിടെ ചെന്നപ്പോ കാണാം, ഞാൻ എന്റെ വീടിനടെ ചെന്നപ്പോ കാണാം ഈ കേരള ശബ്ദം എന്ന് പറഞ്ഞ എഴുതിയൊരു ബാൻ ഉണ്ടല്ലോ, കേരള ശബ്ദത്തിന്റെ ഒരു ബാൻ അവിടെ. ഇന്നിപ്പോ ഒരു ചായക്കട ഉണ്ട്, ആ നാണി ആശുപത്രിയുടെ ഇപ്പുറത്തെ ചായക്കട ഇല്ല, ആ ചായക്കടയുടെ അവിടെ ഈ വണ്ടി കിടക്കുന്നു. അപ്പം വേറെ ആരും ഇല്ല അവിടെ, വേറെ ആരും ഇല്ല. എന്റെ സൈക്കിൾ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് കയറാൻ പോയപ്പോ ഈ വണ്ടിയിൽ നിന്ന് ഒരാൾ ഇറങ്ങിയിട്ട് കൈയടിച്ചു. എന്താ? അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞു ഇവിടെ വന്ന്. എന്താ കാര്യം? ഞാൻ പറഞ്ഞ ഇങ്ങനെ തിയേറ്ററിൽ ഇങ്ങനെ എഴുതി കാണിക്കും. സത്യം, എന്റെ കൃഷ്ണനാണ് സത്യം. ആ സമയം അവിടെ ആരുമില്ല, ഈ കേരള ശബ്ദത്തിന്റെ വണ്ടിയേ ഉള്ളൂ. ഞാൻ എൻ്റെ അടുത്ത് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങോട്ട് പോരുത്, അങ്ങോട്ട് പോകണ്ട, മാറി നിൽക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ മാറി നിന്നു, ഞാൻ പോയില്ല. അങ്ങനെ പോകാൻ അവർ വിട്ടില്ല. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോ കാണാം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ അങ്ങ് ജനമായി, അങ്ങ് ഭയങ്കര ജനം. ഞാൻ എന്റെ വീട്ടിൽ പോയില്ല, ഭയങ്കര ജനമായി. അങ്ങനെ അന്ന് ഞാൻ ചാത്തന്നൂര് വരെ പോയി. ചാത്തന്നൂരിൽ നിന്നാണ് ഞാൻ സൈക്കിളിൽ ചാത്തന്നൂരിൽ നിന്ന് അവിടെ വരെ പോയി. ഞാൻ ഇത് കാണാനായിട്ട് ചാത്തന്നൂരിൽ നിന്നാണ് ഞാൻ ഇതിന്റെ പുറക്ക വന്നത്, അന്ത്യയാത്രയുടെ കൂടെ പുറക്ക വന്നിട്ട് എനിക്ക് ഇവിടെ വന്നിട്ട് ഈ ചുടുകാട്ടി വന്നിട്ടൊന്നും കയറാനൊന്നും പറ്റിയൊന്നുമില്ല.